കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് കഴിഞ്ഞ വിക്ടസ് ചാനലിൽ വന്ന ഒരു അസൈൻമെൻറ്റിൻ്റെ സൊല്യൂഷനാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ആ അസൈൻമെൻറ്റ് സോൾവ് ചെയ്യാനാണ് ഇവിടെ നമ്മൾ പോകുന്നത്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്കിവിടെ വായിക്കാം. A star B equal to LCM of A comma B on the set A equal to 1, 2, 3, 6. ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്നും രണ്ടാമത് ഇതിൻ്റെ ഐഡൻറ്റിറ്റി എലിമെൻറ്റ് കണ്ടുപിടിക്കുക. മൂന്നാമത് ആവശ്യപ്പെടുന്നത് അനദർ ബൈനറി ഓപ്പറേഷൻ ഇതേ സെറ്റ് എയിൽ 6 ഐഡൻറ്റിറ്റി എലിമെൻ്റ് ആയിരിക്കണം, കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കണം. എന്താണ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടെ നമുക്ക് ഓർമ്മിപ്പിച്ച് പോകാം. LCM നമ്മൾ ഏർലിയർ ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യമാണ്, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അപ്പോൾ മൾട്ടിപ്പിൾ എന്താണെന്നറിയാം, ഗുണിതങ്ങൾ. അതിൽ കോമൺ ആയിരിക്കണം, അതിലും ലീസ്റ്റ് ആയിരിക്കണം. ഇപ്പോൾ 2 എലിമെൻറ്റ്സ് ഞാനിവിടെ ഉദാഹരണത്തിന് ഇവിടെ എഴുതിയിട്ടുണ്ട്, 2, 3 അങ്ങനെ 2 എലിമെൻറ്റ്സ്, അതായത് 2 നമ്പേഴ്സ്. ഈ രണ്ടിൻ്റെയും മൾട്ടിപ്പിൾ ഞാനിവിടെ താഴെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ 2ൻ്റെ മൾട്ടിപ്പിൾ 4, 6, 8, 10, 12, 14, 16, 18 ഇങ്ങനെ പോവുക. അതുപോലെ 3ൻ്റെ മൾട്ടിപ്പിൾ 3, 6, 9, 12, 15, 18 ഇങ്ങനെ പോകും, 21 ഇങ്ങനെ പോകും. അപ്പോൾ ഇങ്ങനെ 2 നമ്പേഴ്സ് എടുത്തു, 2, 3. അതിൻ്റെ മൾട്ടിപ്പിളാണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്. അതിൽ കോമൺ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് 6, 2ലും 6 ഉണ്ട് മൾട്ടിപ്പിളായി, 12 ഉണ്ട്, 18 ഉണ്ട്. ഇപ്പം കോമൺ ആയിട്ട് ഇവിടെ പറയുകയാണെങ്കിൽ 6, 12, 18 ഇങ്ങനെ പോകും. 18 കഴിഞ്ഞ് 24 രണ്ടിനും കോമൺ ആയിട്ടൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ എഴുതി അതിൽ കോമൺ ആയിട്ട് നമുക്ക് മൾട്ടിപ്പിൾ കാണാൻ പറ്റി. അപ്പം കോമൺ മൾട്ടിപ്പിൾ ആയിക്കഴിഞ്ഞു. അതിൽ ലീസ്റ്റ് വേണം. ലീസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ചെറുത്. ഇപ്പോൾ കോമൺ ആയിട്ട് ഇവിടെ 6, 12, 18 ഇങ്ങനെയാണ് പോകുന്നത്. അതിൽ ലീസ്റ്റ് എന്ന് പറയുന്നത് 6. അപ്പോൾ 2, 3 ഈ 2 നമ്പറിൻ്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, അതായത് LCM എന്ന് പറയുന്നത് 6 ആയിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇതാണ് LCM. ഇത് നമ്മളൊന്ന് ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ. ഇത് നമ്മൾ ഏർലിയർ ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടുത്തെ ചോദ്യത്തിലേക്ക് വരാം. ഈ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ ആ വിക്ടസ് ചാനലിലെ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ്. അതായത് 2 എലിമെൻ്റ് തമ്മിലാണ് ഓപ്പറേഷൻസ്. ഇപ്പോൾ ഉദാഹരണത്തിന് പ്ലസ് ഒരു ബൈനറി ഓപ്പറേഷനാണ്. 3 + 5 = 8. ഇപ്പോൾ 3നും 5നും 2 നമ്പറിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന ഒരു ഓപ്പറേഷനാണ് പ്ലസ്. അതുപോലെ മൈനസ് ഒരു ഓപ്പറേഷനാണ്. ഇപ്പോൾ 3 - 5. അതുപോലെ 3 × 5, 3 / 5. ഇതൊക്കെ ഒരു ബൈനറി ഓപ്പറേഷനാണ്. ബൈനറി എന്ന് പറയുന്നത് 2, ബൈ എന്ന് പറയുന്നത് 2. അപ്പോൾ 2 നമ്പറിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു ഓപ്പറേഷനാണ് ബൈനറി ഓപ്പറേഷൻസ്. ഇവിടെ പ്ലസ് മൈനസ് ഇങ്ങനെ പറയാതെ പൊതുവായിട്ട് ഒരു സിമ്പിളാണ് പറയുന്നത്, സ്റ്റാർ. അപ്പോൾ ഈ സ്റ്റാർ ഓപ്പറേഷൻസ് ഈ സെറ്റ് എയിലാണ്. ഈ സെറ്റ് എയിൽ ആകെ 4 എലിമെൻ്റേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം നമ്മൾ സോൾവ് ചെയ്യേണ്ട രീതി, ആദ്യം ഒരു ടേബിൾ കൺസ്ട്രക്റ്റ് ചെയ്യുക. ഇപ്പോൾ 4 എലിമെൻ്റ് ഉണ്ട്. അപ്പോൾ മുകളിൽ എഴുതുക 1, 2, 3, 6. അതുപോലെ ഇവിടെ എഴുതുക 1, 2, 3, 6. ഇങ്ങനെ ഒരു ടേബിൾ കൺസ്ട്രക്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ബൈനറി ഓപ്പറേഷൻ, ഈ ബൈനറി എന്ന് പറയുന്ന സ്റ്റാർ ഇവിടെ പറഞ്ഞിരിക്കുന്ന 2 എലിമെൻ്റ് തമ്മിലുള്ള LCM എഴുതിയാൽ മതി. AB എന്ന് പൊതുവായിട്ട് അവർ പറഞ്ഞതേ ഉള്ളൂ. AB എന്ന് പറയുന്നത് ഈ സെറ്റ് എയിലുള്ള എലിമെൻറ്റ്സ് ആണ്. അതാണ് ഇവിടെയും റോയിലും കോളത്തിലും എഴുതിയിരിക്കുന്നത്. ഇപ്പം നമുക്കിവിടെ ഇത് ഫില്ല് ചെയ്ത് പോകാം. 1 * 1. 1 * 1 എന്ന് പറയുമ്പോൾ 1 * 1. അപ്പോൾ ഇവിടെ 1, 1, അതിൻ്റെ 2ൻ്റെ LCM. അപ്പോൾ 1നും 1നുമുള്ള LCM 1. ഇനി അതുപോലെ 1 * 2. 1നും 2നുമുള്ള LCM നമുക്കറിയാം 2. 1നും 3ക്കും LCM നോക്കിയാൽ 3. 1നും 6നും 6. ഇനി അടുത്ത് 2 ആയിട്ട് ഓരോന്ന് LCM നോക്കാം. 2നും 1നുമുള്ള LCM എന്തുവാ? 2നും 2നും എന്ത് വരും?
2വിനും 3ക്കും എന്ത് വരും? 2വിനും 3ക്കും. 2വിനും 6നും എന്ത് വരും? 6. ഇനി നമുക്ക് 3ക്ക് നോക്കാം. 3ക്കും 1നും എന്ത് വരും? 3ക്കും 2വിനും 3 സ്റ്റാർ 2 3ക്കും 2വിനും എന്ത് വരും? 3ക്കും 3 തന്നെയാണ്. അതുപോലെ 3ക്കും 6നും LCM എന്തുവാ? ഇനി 6 ഒന്നായിട്ട് 6 വരത്തുള്ളൂ. അപ്പോൾ 6 2 ആയിട്ട് 6 6 3ക്ക് 6 6 6. അപ്പോൾ ഇങ്ങനെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ബൈനറി ഓപ്പറേഷൻ്റെ ടേബിൾ. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യമാണ് ടേബിൾ കൺസ്ട്രക്റ്റ് ചെയ്യുക. ടേബിൾ കൺസ്ട്രക്റ്റ് ചെയ്ത് അത് ഫില്ല് ചെയ്യുന്ന കാര്യം ഈ ബൈനറി ഓപ്പറേഷൻ എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അത് കണക്കാക്കി വേണം ഫില്ല് ചെയ്യേണ്ടത്. ടേബിൾ ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പോൾ ഉദാഹരണത്തിന് 3 + 5 5 + 3 എന്ന് എഴുതാം. രണ്ടും ഒരേ ആൻസറാണ്. അപ്പോൾ ഇത് പ്ലസ് കമ്മ്യൂട്ടേറ്റീവ് ആണ്. നേരെ മറിച്ച് -3 - 5ഉം 5 - 3ഉം വേറെയാണ്. രണ്ടും ഒന്നല്ല. അപ്പം മൈനസ് കമ്മ്യൂട്ടേറ്റീവ് അല്ല. തിരിച്ചെഴുതുമ്പോൾ സമമാവുകയാണെങ്കിൽ തുല്യമാവുകയാണെങ്കിൽ അതിനെ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാം. അപ്പോൾ ഈ ടേബിൾ നോക്കിക്കേ. 1നും 1നും 1, 1നും 2വിനും 2, അതുപോലെ 2വിനും 1നും നോക്കുക 2 1, അവിടെ 2 കണ്ടോ. ഇപ്പോൾ രണ്ടും ഒരേ ആൻസറാണ്. അതുപോലെ ഇപ്പോൾ നമുക്ക് നോക്കാം 3ക്കും 6നും ബൈനറി നോക്കാം. 3 സ്റ്റാർ 6ന് ബൈനറി 6. ഇനി നേരെ തിരിച്ച് 6 സ്റ്റാർ 3ക്ക് നോക്കിയാൽ അതും 6 തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം LCM കണ്ടുപിടിക്കുമ്പോൾ 2നും 3നും LCM പറഞ്ഞാലും 3നും 2നുള്ള LCM പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പിന്നിൽ തന്നെ അറിയാവുന്ന കാര്യമേ ഉള്ളൂ, കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും. ഇനി അത് ടേബിൾ കണ്ടുകൊണ്ട് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് നമുക്ക് തീരുമാനിക്കുന്നത് വളരെ സിമ്പിൾ. ഈ ടേബിളിൻ്റെ ഡയഗണൽ ഒന്ന് നോക്കിക്കേ. ഡയഗണലുള്ള എലിമെൻറ്റ് ഈ എലിമെൻറ്റ് തന്നെ ആയിരിക്കും. 1 2 3 6 ആയിരിക്കും. ഇനി ഈ ഡയഗണലിൻ്റെ തൊട്ട് ഇപ്പുറത്തുള്ള എലിമെൻറ്റ് തന്നെയായിരിക്കും ഇവിടെ. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ ഡയഗണലിൻ്റെ 2 3 ഇവിടെ 2 3 6 അത് തന്നെ ഇവിടെ വരും. കണ്ടോ 2 3 6. അതുപോലെ തന്നെ ഈ 6 6 ഇവിടെ വെർട്ടിക്കലായിട്ട് വരും. പിന്നെ ഈ 6 ആയിരിക്കും ഈ 6. അപ്പോൾ നമ്മൾ ഈ ഡയഗണൽ ഇങ്ങനെ നോക്കുക. ഡയഗണൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഈ പേപ്പർ ഈ ടേബിൾ ഒന്ന് മടക്കിയ ഇവിടുത്തെ എലിമെൻ്റ് എല്ലാം ഇവിടെ വരും. കണ്ടോ 2 3 6 ഇവിടെ വരും, 6 6 ഇവിടെ വരും. അപ്പോൾ ആ ടേബിൾ കണ്ടുകൊണ്ട് ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണോ ഇല്ലയോ എന്ന് പറയാം. അപ്പോൾ ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പോൾ നമ്മളുടെ ചോദ്യം 1 ഇസ് സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പോൾ ഒന്നാമത്തതിൻ്റെ ആൻസർ യെസ്, ഇറ്റ് ഈസ് എന്തുവാ? കമ്മ്യൂട്ടേറ്റീവ്. ഇനി രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് ദ ഐഡൻറ്റിറ്റി. ഐഡൻറ്റിറ്റി എലിമെൻ്റ് എന്ന് പറയുന്നത് ഒരു എലിമെൻറ്റ് വേറെ ഒരു എലിമെൻ്റായിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ സെയിം എലിമെൻറ്റ് തന്നെ പറയണം. ഇപ്പോൾ ഉദാഹരണത്തിന് 3യെ ഏതിൻ്റെ കൂടെ പ്ലസ് ചെയ്താൽ 3 വരും? നമുക്ക് എല്ലാവർക്കും അറിയാം 0 ആണ്. അതുപോലെ 4ൻ്റെ കൂടെ പ്ലസ് ചെയ്താൽ 4 തന്നെ വരത്തുള്ളൂ. അപ്പോൾ 0 എന്ന് പറയുന്നത് ഇവിടെ ഒരു ഐഡൻറ്റിറ്റിയാണ്. സെയിം എലിമെൻറ്റ് തന്നെ വരുന്നു. അപ്പോൾ അത്തരം എലിമെൻറ്റിനാണ് നമ്മൾ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ടേബിൾ നോക്കിക്കേ. നമുക്ക് സെറ്റിലുള്ള എലിമെൻറ്റ്സ് 1 2 3 6. അപ്പോൾ 1 2 3 6 എവിടെയാണ് വരുന്നത്? ദണ്ട ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ 1 ആണ് ഈ ബൈനറിയുടെ ഐഡൻറ്റിറ്റി. അപ്പോൾ ഐഡൻറ്റിറ്റി കണ്ടുപിടിക്കുന്ന ടേബിളിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ ആ സെറ്റിലുള്ള എലിമെൻ്റൊക്കെ ഏത് കോളത്തിലാണ് വരുന്നത് നോക്കുക. ദണ്ട ഇവിടെയാണ് വരുന്നത് 1 2 3 6. അപ്പോൾ 1 2 3 6 ഏതായിട്ടാണ്? 1 ആയിട്ടാണ്. അത് തന്നെ ഇവിടെ റോയിലും നോക്കാം. 1 2 3 6 ഏതായിട്ടായി? 1 ആയിട്ടാണ്. അപ്പോൾ 1 ആണ് ഈ ബൈനറി ഓപ്പറേഷനിൽ ഐഡൻറ്റിറ്റി എലിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ടേബിൾ കണ്ടുകൊണ്ട് തന്നെ പറയാം. അപ്പോൾ 2ൻ്റെ ആൻസർ 1 ഈസ് ദ ഐഡൻറ്റിറ്റി എലിമെൻറ്റ്. ഇനി മൂന്നാമത്തെ ചോദ്യം, റൈറ്റ് അനദർ ബൈനറി ഓപ്പറേഷൻ ഓൺ സെറ്റ്. ഈ സെറ്റ് എ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ടേബിൾ വരച്ചിട്ടുണ്ട്. സെയിം എലിമെൻറ്റ് 1 2 3 6. ഇപ്പോൾ ഇവിടെയും 1 2 3 6. ഈ സെറ്റ് എ തന്നെയാണ്. 6 ഐഡൻറ്റിറ്റി എലിമെൻ്റ് ആയിരിക്കണം.
അപ്പം 6 ആയിട്ട് സ്റ്റാർ ചെയ്യുമ്പോൾ ആ എലിമെൻ്റ് തന്നെയാണ്. അപ്പോൾ 6ന് നേരെ വരുന്ന കോളത്തിൽ ഈ എലിമെൻ്റ് തന്നെ ആയിരിക്കണം. അത് നമുക്ക് ഫിക്സ് ചെയ്യാം. കാരണം ഇവിടെ 6 ഐഡൻറ്റിറ്റി എലിമെൻ്റ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഫിക്സ് ചെയ്ത് ഇവിടെ എങ്ങനെ 1 ഐഡൻറ്റിറ്റി ആയപ്പോൾ 1ന് നേരെ ആ സെയിം എലിമെൻ്റ് ആ സെറ്റിലുള്ള എലിമെൻ്റൊക്കെ വന്നതോ അതേപോലെ ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ ഒരു ടേബിൾ, അതിൽ 6 ഐഡൻറ്റിറ്റി ആയിരിക്കണം. അപ്പോൾ 6ന് നേരെ ആ സെറ്റിലുള്ള എലിമെൻറ്റ്സ് ഒക്കെ എഴുതി ഫിക്സ് ചെയ്യുക. ഇനി 2 വിച്ച് ഇസ് കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കണം. ഇപ്പോൾ ഈ ടേബിൾ അല്ലെങ്കിൽ ഈ ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു കമ്മ്യൂട്ടേറ്റീവ് ആവുകയാണെങ്കിൽ ആ ഡയഗണലുള്ള എലിമെൻറ്റ്സ് ഒക്കെ ആ സെറ്റിലുള്ള എലിമെൻറ്റ് ഫിക്സ് ചെയ്യുക. പിന്നെ അതിൻ്റെ ലെഫ്റ്റിലും ഡയഗണലിൻ്റെ അപ്പ് സൈഡും ഡൗൺ സൈഡിലുള്ള എലിമെൻറ്റ്സ് സെയിം ആയിരിക്കണം. ഇപ്പം നമുക്ക് ഡയഗണലിലുള്ള എലിമെൻറ്റ്സ് നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്യാം. എന്തൊക്കെയാണ്? 1, 2, 3, 6 ഫിക്സ് ചെയ്തു. ഇത് കമ്മ്യൂട്ടേറ്റീവിൻ്റെ പ്രത്യേകത. ആ ഡയഗണലിലുള്ള എലിമെൻറ്റ്സ് ആ സെറ്റിലുള്ള എലിമെൻറ്റ് തന്നെ ആയിരിക്കണം. ഇനി നമുക്ക് ഇവിടെ വേണ്ട പൂരിപ്പിക്കേണ്ടതിൻ്റെ 1, 2 അതുപോലെ തന്നെ ഇവിടെ ഇത്രയും പൂരിപ്പിച്ചാൽ മതി. ഇത് 6 ഐഡൻറ്റിറ്റിയും കമ്മ്യൂട്ടേറ്റീവ് ഉള്ള ഒരു ബൈനറി ആക്കി മാറും. അത് എന്ത് വേണമെങ്കിൽ ഫിക്സ് ചെയ്യാം. ഈ സെറ്റിലുള്ള എലിമെൻ്റ് ആയിരിക്കണം. ഇപ്പം ഞാനിവിടെ 2, 2, 6 ഫിക്സ് ചെയ്തു. അപ്പം ഈ 2, 6, 1 അപ്പോൾ അത് തന്നെ ഇവിടെ വരേണ്ടത്. അത് എവിടെ നോക്കിക്കേ, ഈ ഡയഗണലിൽ 2, 3, 6 അത് വെർട്ടിക്കലായിട്ട് വരുന്നുണ്ടോ? ഈ 2, 3, 6. അപ്പോൾ ഈ 2, 6, 1 ഞാൻ ഇവിടെ 2, 6, 1 ഇവിടെ എഴുതണം. അതേപോലെ ഇവിടെ എന്തുവാകാം, എന്ത് വേണം? ഇവിടെ വേണമെങ്കിൽ നമുക്ക് 2, 3യോ 2ഓ 1ഓ എന്ത് വേണമെങ്കിൽ ഇടാം. ഞാൻ 3 ഇടുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ 6, 6 ഇവിടെ വരുന്നു. അതേപോലെ ഇവിടെ 3, 2 ആ 3, 2 ഇവിടെ എഴുതുക. ഇനി ഈ 6 തന്നെയാണ് ഇവിടെ ഡയഗണൽ വെച്ച് നോക്കി, ഈ 6 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ എന്തിട്ട് കൊടുത്താൽ മതി? 3 ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ ബൈനറി ഓപ്പറേഷൻ ഇതുപോലെ വേറെ ടേബിൾ ഉണ്ടാക്കാം. അപ്പം ഈ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഈ കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്താണ് ഈ കണ്ടീഷൻ? 6 ഐഡൻറ്റിറ്റി. 6ന് നേരെ നോക്കി ആ എലിമെൻറ്റ്സ് 2 കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് നോക്കണമെങ്കിൽ ഇതാണ്ട് ഇങ്ങനെ വെച്ച് നോക്കുക. ഇവിടെ ഉള്ള എലിമെൻ്റ് എല്ലാം ഇപ്പുറത്ത് വരും. 2, 6, 1 വെർട്ടിക്കലായിട്ട് വരുന്നുണ്ട്. 3, 2 ഇവിടെ, അതുപോലെ 3. ഇപ്പം ഇതാണ് ഈ മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ. ഇതാണ് നമ്മുടെ അവസാന വിക്ടേഴ്സ് ചാനലിൽ വന്ന ഒരു അസൈൻമെൻറ്റിൻ്റെ സൊല്യൂഷൻസ്. അപ്പോൾ ഇതുപോലെ അസൈൻമെൻറ്റ് ഞാൻ സോൾവ് ചെയ്യാൻ, ഇതുപോലെ ഒരു കുട്ടി ചോദിച്ചാണ് സംശയം ഇത് സോൾവ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ ആൻസർ അടുത്ത വിക്ടേഴ്സ് ചാനലിൽ അവർ തുടക്കത്തിലേ ഇതിൻ്റെ ആൻസർ പറഞ്ഞു പോകുന്നതായിരിക്കും. അതും കൂടെ നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തരുന്ന അസൈൻമെൻറ്റ് നമുക്ക് ഓരോ ക്ലാസ്സുകൾ വിക്ടേഴ്സ് ചാനൽ കഴിയുമ്പോൾ ആ അസൈൻമെൻറ്റിൻ്റെ സൊല്യൂഷൻസ് ഞാൻ ഇതുപോലെ വീഡിയോ രൂപത്തിൽ പോസ്റ്റ് ചെയ്യാം.